എൻസോ ഫെറാറിയുടെ കാറുകൾ സ്പോർട്സ് കാർ റേസിംഗിൽ എസ്പെഷ്യലി ലേമോൺ റേസ് റൂൾ ചെയ്തിരുന്ന കാലം 1960 തുടക്കം. ആ സമയത്ത് ഫോർഡിന് കുറേ കാറുകളുണ്ടെങ്കിലും സ്പോർട്സ് കാർ ഇല്ല. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്ന എൻസോ ഫെറാറിയെ ഫോർഡ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഫോർഡ് എഗ്രിമെൻ്റ് ആയിട്ട് വന്നപ്പോൾ എൻസോ നോ പറയുന്നു. ആ മൊമെൻറ്റിൽ തന്നെ ഹെൻറി ഫോർഡ് രണ്ടാമൻ ഒരു കാര്യം ഉറപ്പിച്ചു: ഫോർഡിൻ്റെ റേസ് കാർ ഇറക്കണമെന്നും ഫെറാറിയെ തോൽപ്പിക്കണമെന്നും. അങ്ങനെയാണ് ഫോർഡ് GT40 എന്ന കാർ ഇറക്കുന്നത്. അതിൻ്റെ പ്രൈമറി ഗോൾ തന്നെ ഫെറാറിയെ ലേമോണിൽ ഡിഫീറ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. 1964 ഫോർഡ് ആദ്യമായി ലേമോണിൽ ഇറങ്ങി, പക്ഷേ വിജയിക്കാനായില്ല. 1964 65 ഫെറാറിയാണ് വിജയിച്ചത്. പക്ഷേ 1966 ഫോർഡ് തിരിച്ചടിച്ചു. ചരിത്രത്തിൽ ആദ്യമായി 1, 2, 3 സ്ഥാനങ്ങൾ ഫോർഡ് തന്നെ ഫിനിഷ് ചെയ്തു. തുടർന്ന് 1966 മുതൽ 69 വരെ 4 വർഷം തുടർച്ചയായി ഫോർഡ് തന്നെ വിജയിച്ചു. ഈ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആയില്ലേ? സോ 2019 ഇറങ്ങിയ ഫോർഡ് വേഴ്സസ് ഫെറാറി മൂവി ഇനിയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയി കണ്ടോ. ഓക്കെ, ബൈ.